സമര പോരാട്ടത്തിന്റെ വിപ്ലവ താരകം വിടവാങ്ങി. കൂത്തുപറമ്പിലെ ജീവിച്ചിരുന്ന രക്തസാക്ഷി സഖാവ് പുഷ്പൻ അന്തരിച്ചു. അന്ത്യം കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു. വിടവാങ്ങിയത് സമര പോരാട്ടങ്ങൾക്ക് ആവേശോർജം പകർന്ന വിപ്ലവ സൂര്യനാണ്. സഹനത്തിന്റെ മഹാസാഗരം താണ്ടിയ കൂത്തുപറമ്പ് സമരത്തിലെ ജീവിക്കുന്ന രക്തസാക്ഷി ഇനി ജനഹൃദയങ്ങളിലെ അനശ്വരമായ ഓർമ്മ. മൃതദേഹം വിലാപയാത്രയായി നാളെ രാവിലെ കോഴിക്കോട് നിന്ന് കണ്ണൂരിലേക്ക് കൊണ്ടുപോകും. ഇപ്പോൾ കോഴിക്കോട് ഡിവൈഎഫ്ഐയുടെ യൂത്ത് സെന്ററിൽ പുഷ്പന്റെ പൊതുദർശനം പുരോഗമിക്കുകയാണ്. പി വി കുട്ടൻ, എം സന്തോഷ് എന്നിവർ വിവരങ്ങൾ നൽകാനായി വിവിധയിടങ്ങളിൽ നിന്നും ചേരുകയാണ്. ആദ്യം പി വി കുട്ടനിലേക്ക്. കുട്ടൻ, ആശുപത്രിയിൽ ഉൾപ്പെടെ നിരവധി സഖാക്കളാണ്, നേതാക്കളാണ് അവരുടെ പ്രിയപ്പെട്ട പുഷ്പനെ അവസാനമായി ഒരു നോക്ക് കാണാനായി എത്തിയത്. ഹൃദയം നുറുങ്ങുന്ന വേദനയോടെ അവർ അന്ത്യാഭിവാദ്യം വിളിക്കുന്നത് നമ്മൾ കേട്ടു. ഇപ്പോൾ യൂത്ത് സെന്ററിലും നിരനിരയായ ആളുകൾ എത്തുന്നത് കാണുന്നു. എങ്ങനെയാണ് വിവരങ്ങൾ അവിടുത്തെ? ആസിത, വൈകിട്ട് 7 മണിയോടുകൂടിയാണ് ഡിവൈഎഫ്ഐയുടെ കോഴിക്കോട് ജില്ലാ കമ്മിറ്റി ഓഫീസായ യൂത്ത് സെൻറ്ററിലേക്ക് പുഷ്പൻ്റെ മൃതദേഹം എത്തിച്ചത്. ഇപ്പോൾ 2 മണിക്കൂർ പൊതുദർശനം 2 മണിക്കൂർ പിന്നിടുമ്പോഴേക്കും ആയിരങ്ങളാണ് തങ്ങളുടെ പ്രിയങ്കരനായ പുഷ്പനെ, രാജ്യത്തെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട പോരാളികളുടെ പോരാളി എന്ന് വിശേഷിപ്പിക്കുന്ന സഖാവ് പുഷ്പനെ അവസാനമായി ഒരു നോക്ക് കാണുന്നതിന് വേണ്ടി, അന്ത്യാഞ്ജലി അർപ്പിക്കുന്നതിനൊക്കെ വേണ്ടി ആയിരങ്ങളാണ് ഇവിടേക്ക് എത്തിച്ചേരുന്നത്. ഇപ്പോൾ നമുക്ക് നാളെ രാവിലെയാണ് ഇവിടെ നിന്നും മൃതദേഹം വിലാപയാത്രയായി കണ്ണൂരിലേക്ക് കൊണ്ടുപോകുന്നത്. അതിൻ്റെ ഒരു കാര്യങ്ങൾ കൂടി വ്യക്തമാക്കേണ്ടതുണ്ട്. രാവിലെ 8 മണിക്ക് ഡിവൈഎഫ്ഐ ജില്ലാ കമ്മിറ്റി ഓഫീസിൽ നിന്നും വിലാപയാത്ര പുറപ്പെടും. 8:15 എലത്തൂർ, 8:30 പൂക്കാട്, 8:45 കൊയിലാണ്ടി, 9 മണിക്ക് നന്ദി, 9:15 പയ്യോളി, 9:30 വടകര, 9:45 നാദാപുരം റോഡ്, 10 മണിക്ക് മാഹിയിൽ ജില്ലാ അതിർത്തിയിൽ വെച്ച് കണ്ണൂരിലേക്ക് വിലാപയാത്ര കണ്ണൂരിലേക്ക് പ്രവേശിക്കും. 10:15 പുന്നൂരിലാണ്. അതോടൊപ്പം തന്നെ 10:30 തലശ്ശേരി ടൗൺ ഹാളിൽ. ഇത്രയും ഇടങ്ങളിലാണ് വിലാപയാത്ര പോകുന്ന വഴികളിൽ പ്രിയപ്പെട്ട സഖാവിനെ അവസാനമായി കാണുന്നതിന് വേണ്ടി പൊതുജനങ്ങൾക്കും അതോടൊപ്പം തന്നെ പാർട്ടി പ്രവർത്തകർക്കുമൊക്കെ ക്രമീകരണം ഏർപ്പെടുത്തിയിരിക്കുന്നത്. 12 മണി മുതൽ ചൊക്ലി രാമവിലാസം ഹയർ സെക്കൻഡറി സ്കൂളിൽ പൊതുദർശനം ഉണ്ടാകും. 5 മണിക്ക് മേനപ്പുറത്തെ പുതുക്കുടി വീട്ടിലാണ് സംസ്കാര ചടങ്ങ് നടക്കുക. ഇത് ഏതാണ്ടൊരു കണക്കാണ്. ഇത് എത്രത്തോളം ഫലപ്രദമാകുമെന്നൊന്നും ഇപ്പോൾ പറയാൻ വേണ്ടി പറ്റില്ല. കാരണം സഖാവ് പുഷ്പനെ കാണുന്നതിന് വേണ്ടി നിരവധി പേർ ഇവിടേക്ക് ഇപ്പോൾ തന്നെ എത്തുന്നുണ്ട്. അതോടൊപ്പം തന്നെ സംസ്ഥാനത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നുള്ള ജനങ്ങൾ നാളെ കണ്ണൂരിലേക്കൊക്കെ ഒഴുകിയെത്തും. അതുകൊണ്ട് തന്നെ പോകുന്ന വഴികളിലൊക്കെ വലിയ ജനസഞ്ചയം തന്നെ സഖാവ് പുഷ്പനെ അന്ത്യാഞ്ജലി അർപ്പിക്കുന്നതിന് വേണ്ടി എത്തിച്ചേരും. അവർക്കൊക്കെ അവസാനമായി ഒരു നോക്ക് കാണാനും അന്ത്യാഞ്ജലി അർപ്പിക്കാനുള്ള സംവിധാനം പാർട്ടി ഒരുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പറയുന്ന സമയക്രമം എത്രത്തോളം പാലിക്കപ്പെടും എന്നത് സംബന്ധിച്ചപ്പോൾ ഏതായാലും നമുക്കിപ്പോൾ അത്ര ഉറപ്പ് പറയാൻ വേണ്ടി പറ്റില്ല. ഇപ്പോൾ നമ്മോടൊപ്പം CPIM-ൻ്റെ സംസ്ഥാന കമ്മിറ്റി അംഗം, മഹിളാ അസോസിയേഷൻ്റെ നേതാവ് കൂടിയായ KK ലതിക നമ്മോടൊപ്പം ചേരുന്നുണ്ട്. എങ്ങനെയാണ് സഖാവ് പുഷ്പേട്ടനെ ഓർമ്മിക്കുന്നത്? പുഷ്പൻ ധീരനായിട്ടുള്ള നമ്മുടെ ഒരു ജീവിക്കുന്ന രക്തസാക്ഷി ആണ് സഖാവ് പുഷ്പൻ. ഈ നാടിനാകെ, ഈ വ്യക്തിത്വത്തിന് മാത്രമല്ല നമ്മളെ നാടിനാകെ ഊർജം പകർന്നുകൊണ്ടാണ് പുഷ്പൻ ഇതുവരെ ജീവിച്ചിട്ടുണ്ടായിരുന്നത്. വലിയൊരു സമര പോരാട്ടത്തിൻ്റെ മുന്നിൽ നിന്ന് നയിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് പുഷ്പൻ ഇക്കാലം അത്രയും നമ്മളോട് ഒപ്പം ജീവിച്ചിട്ടുള്ളത്. പാർട്ടിയും അതുപോലെ തന്നെ DYFI-യും അതേ രൂപത്തിൽ തന്നെ കണ്ടുകൊണ്ടാണ് പുഷ്പൻ്റെ ഈ ജീവിതത്തിലാകെ നിന്നിട്ടുള്ളത്. നമുക്കാകെ ഇനി വരുന്ന കാലത്തും രക്തസാക്ഷികൾ എങ്ങനെയാണോ ഊർജം നമുക്ക് നൽകിയത്, അതേപോലുള്ള ഊർജമാണ് പ്രിയ സഖാവ് പുഷ്പൻ നമുക്ക് നൽകി കടന്നുപോയിട്ടുള്ളത്. പുഷ്പൻ്റെ സ്മരണ രക്തസാക്ഷികളുടെ സ്മരണ പോലെ എല്ലാ കാലത്തും നമ്മളോടൊപ്പം തന്നെ ഉണ്ടാകും. എത്തരത്തിലുള്ള രക്തസാക്ഷികൾ നൽകിയ എത്തരത്തിലുള്ള ഊർജ്ജമാണോ നൽകിയത്, അതേ ഊർജ്ജം നൽകിക്കൊണ്ടാണ് പുഷ്പൻ കടന്നു പോകുന്നതെന്നാണ് ഇപ്പോൾ KK ലതിക അനുസ്മരിക്കുന്നത്. നമുക്കറിയാം, സമാനതകളില്ലാത്ത പോരാട്ട ജീവിതം തന്നെയായിരുന്നു പുഷ്പൻ്റേത്. 94-ൽ കൂത്തുപറമ്പിലെ ഐതിഹാസികമായ സമരത്തിൽ അന്നത്തെ UDF സർക്കാരിൻ്റെ വിദ്യാഭ്യാസ കച്ചവടത്തിനെതിരായ യുവജന വിദ്യാർത്ഥി സംഘടനകളുടെ വലിയ പ്രതിഷേധം കേരളം മുഴുവൻ അലയടിച്ചു വരുന്നൊരു ഘട്ടമായിരുന്നു. അന്ന് കൂത്തുപറമ്പിൽ നടന്ന MV ജയരാജൻ്റെയും M സുരേന്ദ്രൻ്റെയും ഒക്കെ നേതൃത്വത്തിൽ കൂത്തുപറമ്പിൽ
നടന്ന ഐതിഹാസികമായ സമരം. അന്ന് 24 വയസ്സ് മാത്രം പ്രായമുള്ള യുവജന സംഘടനാ പ്രവർത്തകനായ പുഷ്പൻ ആ സമരത്തിൽ അണിചേരുകയായിരുന്നു. അന്ന് നമുക്കറിയാവുന്നതുപോലെ 5 പ്രിയപ്പെട്ട സഖാക്കൾ, ഡിവൈഎഫ്ഐയുടെ 5 പ്രധാനപ്പെട്ട പ്രവർത്തകർ, ജില്ലാ നേതാവായിരുന്ന കെ രാജീവൻ ഉൾപ്പെടെ, അതോടൊപ്പം തന്നെ മധു, ബാബു, ഷിബുലാൽ, റോഷൻ, അങ്ങനെ 5 പേർ രക്തസാക്ഷികളാകുന്നു. അന്ന് ഈ വെടിവെപ്പിൽ വളരെ ഗുരുതരമായ പരിക്ക് പറ്റിയ പുഷ്പൻ 1 വർഷത്തോളമായിരുന്നു ചികിത്സയിലുണ്ടായിരുന്നു. 8 മാസം കോഴിക്കോട് മെഡിക്കൽ കോളേജിലും പിന്നീട് 2 മാസം തലശ്ശേരി സഹകരണ ആശുപത്രിയിലും, അവിടുന്ന് വീണ്ടും 1 മാസം കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ. അങ്ങനെ 1 വർഷത്തെ ചികിത്സ, 1 വർഷത്തോളം നീണ്ട ചികിത്സയ്ക്ക് ശേഷമാണ് പുഷ്പൻ വീട്ടിലേക്ക് എത്തുന്നത് തന്നെ. അതിനുശേഷമുള്ള പുഷ്പൻ്റെ ജീവിതം നമുക്കറിയാം. ലോകമെങ്ങുമുള്ള പോരാളികൾക്കൊക്കെ ആവേശമായ പുരോഗമന പ്രസ്ഥാനത്തിന് ഏറ്റവും വലിയ കരുത്തായ വഴികാട്ടിയായ ജീവിതമായിരുന്നു പുഷ്പൻ്റേത്. ഏത് വിഷയത്തിലും, രാഷ്ട്രീയ വിഷയമായാലും പൊതു സമൂഹത്തിൻ്റെ വിഷയത്തിലൊക്കെ വളരെ കൃത്യതയോടുള്ള നിലപാട് സ്വീകരിച്ചു പോയിരുന്നു പുഷ്പൻ. രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നുള്ള ആൾക്കാർ പുഷ്പനെ കാണാൻ വേണ്ടി എത്തിയിരുന്നു. ചെഗുവേരയുടെ മകൾ കേരളത്തിലെത്തിയപ്പോൾ പുഷ്പനെ കാണാനെത്തി. CPIMൻ്റെ ഒക്കെ ദേശീയ നേതാക്കൾ കണ്ണൂരിലെത്തുമ്പോൾ പുഷ്പനെ കാണാനെത്തും. അതോടൊപ്പം തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയൻ, അന്തരിച്ച CPI നേതാവ് കോടിയേരി ബാലകൃഷ്ണൻ ഉൾപ്പെടെയുള്ള നേതാക്കളുമായി വളരെ അടുത്ത ബന്ധം പുലർത്തിയ പൊതുപ്രവർത്തകൻ കൂടിയായിരുന്നു പുഷ്പൻ. കോടിയേരിക്ക് അന്ത്യാഞ്ജലി അർപ്പിക്കുന്നതിന് വേണ്ടി അന്ത്യയാത്ര വേളയിൽ തലശ്ശേരി ടൗൺ ഹാളിലേക്ക് പുഷ്പൻ എത്തിയ രംഗമൊക്കെ നമ്മുടെ മനസ്സിലുണ്ട്. വളരെ വൈകാരികമായ മുഹൂർത്തങ്ങളായിരുന്നു അതൊക്കെ. അത്തരത്തിൽ ഒരു കേരളീയ സമൂഹത്തിനും ലോകമെങ്ങുമുള്ള പോരാളികൾക്കും വലിയൊരു നഷ്ടം തന്നെയാണ് പുഷ്പൻ്റെ വിയോഗത്തിലൂടെ ഉണ്ടായിരിക്കുന്നത്. അസിത.